ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ എന്താ പറയുക, ജനറൽ ഡിസ്കഷൻ ഉണ്ടല്ലോ, അതിനകത്ത് പറയാലോ. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇതാണോ രാജ്യത്തെ സ്ഥിതി? ഈ വിഷയം, അതായത് ഇന്ന് കോവിഡിനെ തുടർന്ന് അടച്ചിട്ട ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ഓരോ സെക്ടറിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരിതമുണ്ടല്ലോ. കേരളം ദരിദ്രമായി കഴിഞ്ഞു. ആളുകളുടെ കയ്യിൽ കാശ് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. എല്ലാ മേഖലകളിലും ആത്മഹത്യാ പ്രവണതയാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ? ബേക്കറിക്കാരൻ ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ ബസ് ഉടമ, ലൈറ്റ് ആൻഡ് സൗണ്ട് 8 ആൾ ഇന്നലെ തന്നെ എത്ര കണക്ക് പറഞ്ഞു? 12. കർഷകൻ, സ്റ്റേഷനറി കടക്കാർ, വ്യാപാരികൾ. എന്താ ധനകാര്യമന്ത്രി പറയുന്നത്? ഇവിടെ ഈ 2 ദിവസം ചർച്ച നടക്കുന്നുണ്ടായി പറഞ്ഞാൽ പോരെ? ശരി, ഇന്നലെ ഞങ്ങൾ യു ഡി എഫ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് കരുതണ്ട. കുറേ MLA-മാർ എന്തെങ്കിലും കൂട്ടിക്കോ. അതിനകത്ത് ഓരോ വീക്ഷണമുള്ളവരുണ്ട്. ജനാധിപത്യമല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. ഞങ്ങൾ ഒരുപാട് നേരം ചർച്ച ചെയ്തു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഗവൺമെൻറ് തുടരുന്ന പോളിസി ശരിയല്ല. ഞങ്ങൾ ഒരുപാട് വിദഗ്ധന്മാരോട് സംസാരിക്കുകയും ചെയ്തു. ഇപ്പം ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഞങ്ങളെ വീക്ഷണ പറയുന്നത്. അതിൽ പ്രകോപിതരാകണ്ട, ആരോടും ദേഷ്യം തീർക്കുകയല്ല. പക്ഷേ ഇത്രയധികം ആത്മഹത്യയും തകർച്ചയും കാര്യങ്ങളും ഈ സംസ്ഥാനത്തെല്ലാം കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് എങ്ങനെ പോയ സ്റ്റേറ്റാണ്? എങ്ങനെ വളർന്ന സ്റ്റേറ്റാണ്? ഇന്ത്യക്ക് മാതൃകയായ സ്റ്റേറ്റാണ്. അത് പൊളിഞ്ഞ് പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ്, പാളീസായിക്കൊണ്ടിരിക്കുകയാണ്. പാവങ്ങളായിക്കഴിഞ്ഞു ജനങ്ങൾ പാവങ്ങളായിക്കഴിഞ്ഞു. നിങ്ങൾ എന്തിനാ പ്രകോപിതരാകുന്നത്? നിങ്ങൾ ഉണ്ടാക്കിയ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുമ്പോ അങ്ങ് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് പറഞ്ഞപ്പോ അവിടെ കയ്യടി വന്നതാണ് പ്രതികരണത്തിനിടയാക്കിയത്. നിശബ്ദനായിരിക്കും, അദ്ദേഹം സംസാരിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. എന്നാ പിന്നെ കൈകെട്ടിയിരുന്നാളി, അല്ല അടിക്കണ്ട. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആ പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. ഇന്നലെ UDF-ന്റെ പാർലമെന്ററി പാർട്ടി ഇത് ചർച്ച ചെയ്ത് പറയുമ്പോൾ UDF ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഇലക്ഷൻ കാലത്ത് ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കണം, വ്യക്തമായൊരു അഭിപ്രായമായിരുന്നു അത്. ന്യായ പദ്ധതി എന്ന് പറഞ്ഞ് BJP-ക്ക് പകരമായി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മറ്റ് UPA കക്ഷികളെല്ലാം കൂടി, ഞാനവിടെ പാർലമെന്റിലുള്ള സമയത്ത്, അങ്ങുള്ള സമയത്തല്ല, അതിന് മുമ്പ് ആ സമയത്താണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, അവിടെ വളരെയധികം ചർച്ച ചെയ്ത് അവതരിപ്പിച്ച ന്യായ പദ്ധതിയാണ്. ആ പേരൊന്നും പറയണ്ട. പക്ഷേ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും, തമിഴ്നാട് ചെയ്തു, പലണ്ട്, ജാർഖണ്ഡ് ചെയ്തു, പലണ്ട്, ഹരിയാന ചെയ്തു, പലണ്ട്. നമ്മൾ ഈ ഇടത്തെ കൈകൊണ്ട് ഫൈന് വാങ്ങുക, വലത്തെ കൈകൊണ്ട് കിറ്റ് കൊടുക്കുക, അത് മാത്രം തുടർന്നാൽ ഈ എക്കണോമി ശരിയാവുമോ? കാവുന്നത്ര ഫൈന് കളക്ട് ചെയ്യാം. വല്ലവനും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ എവിടേക്കെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാനാണ് അവൻ പായുന്നത്. കൂലിവേലക്കാരന് ഭയങ്കര കഷ്ടമാണ്. കൂലിവേലക്കാരന് പണിയില്ല, രാവിലെ ഇറങ്ങണ്ടേ, പോകുമ്പോൾ പിടിക്കും, ഫൈനിടും. ആ ഫൈന് കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക എന്ന ഒരു പോളിസി പോലീസുകാരെ കൈ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചു വാങ്ങുക, വലത്തെ കൈ കൊണ്ട് വലിയ സൗജന്യം കൊടുക്കുന്ന കൊട്ടി ഘോഷിച്ച ഒരു കിറ്റ് അങ്ങോട്ട് കൊടുക്കും. കിറ്റ് ഇലക്ഷൻ കാലത്ത് അതിൻ്റെ തൊട്ട് മുമ്പ് അത് ജയിക്കാൻ കൊള്ളാം. പക്ഷേ കാലാകാലത്തും എക്കണോമിയെ സ്ട്രോങ് ആക്കി കൊണ്ടുകൊണ്ട് സർ, ഒരു ഗവൺമെൻറ് അതിനനുസരിച്ച് പോളിസി ഉണ്ടാക്കേണ്ട ഒരു ഗവൺമെൻറ് അത് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തു. UDF ആ ഓതറൈസേഷൻ അനുസരിച്ച് അടിയന്തര പ്രമേയം ഞാൻ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ചർച്ചയുണ്ട്, ആരാണ് നമ്മളെ ഈ പോളിസി ഉണ്ടാക്കുന്നത്? കോവിഡിന് ശേഷമുള്ള നിയന്ത്രണം അത് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളാണ് ഭരണകക്ഷി എന്ന് പറഞ്ഞാൽ പറ്റുമോ?
ഈ രാജ്യത്തെ ജനങ്ങളിൽ വ്യാപാരികളുണ്ട്, വ്യവസായികളുണ്ട്, കൃഷിക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. ഒറ്റ കുട്ടിക്കും പുറത്തിറങ്ങാൻ പാടില്ല, ആരും അനങ്ങാൻ പാടില്ല. എന്നാൽ അവർ ടാക്സ് കൊടുക്കണം, വാടക കൊടുക്കണം, എല്ലാ ഫീസും കൊടുക്കണം, കട തുറക്കാൻ പാടില്ല, ഓടാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ഇതെന്ത് മാജിക്കാണ്? ആരെ കൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഒരു കാര്യമായ സംശയമുണ്ട്, ഈ പോളിസി ഉണ്ടാക്കുന്ന ആരാണ്? കോവിഡ് തന്നെ. ബഹുമാനപ്പെട്ട പഴയ ആരോഗ്യമന്ത്രിയും പുതിയ ആരോഗ്യമന്ത്രിയും ഒക്കെ ഇവിടെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്ന ആ കോവിഡ് നയമല്ല നിങ്ങൾ തുടർന്നത്. ലോകം പോകുന്നത് ട്രേസ്, ടെസ്റ്റ്, ട്രീറ്റ്, ഈ 3 ടീലാണ് ലോകം പോയത്. കേരള മോഡൽ നിങ്ങൾ കൊട്ടി ഘോഷിച്ച് റൂട്ട് മാപ്പ് ഉണ്ടാക്കി വല്ലവരും കോവിഡ് ഉണ്ടായ ഓൻ്റെ പിന്നാലെ പറഞ്ഞ് ഓൻ എവിടെയൊക്കെ പോയി. ഇടുക്കിയിലെ ഉസ്മാന്റെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു ഏതാണ്ട് ഒരു സ്പേസ് യാത്ര തന്നെയായിരുന്നു. അതിന്റെ പ്രചാരമായിട്ട് ഹിസ്റ്റോറിക്കൽ യാത്രയാണ്. ആ റൂട്ട് മാപ്പിന്റെ കാലപ്പോ ഒന്ന് ആലോചിച്ച് നോക്കെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ മിഞ്ഞാന്ന് ഇവിടെ പറഞ്ഞത്, എൻ്റെ വാചകങ്ങൾക്ക് മാർദ്ദവം ഇല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി മാനിച്ച് മാപ്പാക്കണം. മിഞ്ഞാന്ന് ഇവിടെ പറഞ്ഞ എന്താ? എല്ലാവർക്കും കോവിഡ് വരട്ടെ, ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാണ്. അപ്പം ശരിയാവും, ഉറപ്പാണെന്നാണ് മിഞ്ഞാന്ന് ഇവിടെ പറഞ്ഞത്. കാരണം ഹേർഡ് ഇമ്മ്യൂണിറ്റി, എല്ലാവർക്കും കോവിഡ് വന്നില്ല എന്നുള്ളതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. എല്ലാവർക്കും കോവിഡ് വന്നാൽ ശരിയാവും എന്നും വിചാരിച്ചാണോ നമ്മൾ കാത്തിരിക്കുന്നത്? ഇപ്പോൾ അത് ശരിയല്ല, ഈ നയം ശരിയല്ല. അപ്പൊ എന്തോ പെശകുണ്ട് കോവിഡ് നയത്തിന്. അടച്ചിടുക. സർ, ട്രേസ്, ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്, ആ പോളിസി എടുത്ത് കഴിയുന്നത്ര ആളുകളെ ടെസ്റ്റ് ചെയ്യുകയും അവരെ ട്രേസ് ചെയ്യുകയും അവരെ ട്രീറ്റ് ചെയ്യുകയും എന്നിട്ട് കഴിയുന്നത്ര ആളുകളെ വാക്സിനേറ്റ് ചെയ്ത് വാക്സിനേറ്റഡ് സൊസൈറ്റിയെ ഉണ്ടാക്കി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ലോകം മുഴുവൻ. സർ, ഞാനൊരു വിദഗ്ധനൊന്നുമല്ല, ഞാനൊരു സാധാരണ പൊളിറ്റീഷ്യനാണ്. പക്ഷെ നിങ്ങൾക്ക് വിദഗ്ധന്മാരെ കിട്ടൂലേ? ആരാണ് നമ്മുടെ ഈ കോവിഡ് പോളിസിയും അടച്ചിടൽ നയവും തീരുമാനിക്കുന്നത്? ധനകാര്യമന്ത്രി വളരെ കാഷ്വലായിട്ട് മറുപടി പറയേണ്ട ഒരു വിഷയമല്ലത്. ഞങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. ആരാണ് ഈ അടച്ചിടൽ പോളിസി തീരുമാനിക്കുന്നത്? വളരെ അശാസ്ത്രീയമാണ് അത് എന്നാ പറയുന്നത്. മുഴുവൻ അടച്ചിടുക, എന്നിട്ട് ഇടക്ക് തുറക്കുക. ഈച്ച വരുന്ന മാതിരി കൂട്ടത്തോടെ ആളുകൾ വരിക, എല്ലാവരും കോവിഡും കൊണ്ട് മടങ്ങി പോവുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. ലോകത്തെവിടെ ഇതില്ല. ലോകത്തൊക്കെ ചെയ്തെന്താ? ട്രേസ്, ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൂടുതൽ സമയം കൊടുത്ത്, നിങ്ങളിപ്പോൾ ഏതാണ്ട് ആ ബിവറേജ് കോർപ്പറേഷനിൽ എടുക്കണ നയമില്ല, അത് തന്നെ ആ ബിവറേജ് കോർപ്പറേഷനിൽ ഇത് ഭംഗിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്താ മറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ നടപ്പിലായിക്കൂടെ? ജീവിതത്തിന്റെ വിവിധ മേഖലയിൽ സിസ്റ്റം കൊണ്ടുവന്നൂടെ? അതെ, അതാ ലോകം മുഴുവൻ എന്താ ചെയ്യുന്ന? ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, ജനങ്ങൾ അത് അനുസരിക്കുന്നു. എല്ലാവരും മാസ്ക് കൃത്യമായിട്ട് ധരിക്കും, കുറേ അധികം വാക്സിനേറ്റഡ് ആണ്. വാക്സിൻ കഴിയുന്നത്ര കൊണ്ടുവന്ന് സൊസൈറ്റിയെ വാക്സിനേറ്റ് ചെയ്യണം. മാത്രമല്ല, എന്നിട്ട് കച്ചവട പീടികയിൽ കയറുന്ന ആളുകൾക്ക്, മാളിൽ കയറുന്ന ആളുകൾക്ക്, മറ്റാവശ്യങ്ങൾക്ക് പോണ ആളുകൾക്ക്, സാധാരണ കാര്യങ്ങൾക്ക് പോണ ആളുകൾക്ക് അവർക്ക് കൂടുതൽ സമയം കൊടുത്താൽ അവർക്ക് ക്യൂന്ന് വാങ്ങിക്കൂടെ? സിസ്റ്റമാറ്റിക്കായിട്ട് വാങ്ങിക്കൂടെ? കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾ അടുത്ത് വരാൻ പാടില്ല, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന അതാണ്. മാസ്ക് ധരിക്കണം, അത് പകരാൻ പാടില്ല. അതിന് പകരം സകലം അടച്ചിട്ട് എല്ലാവരുടെ ജീവിതവും മുട്ടിച്ച് എത്ര കാലം? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ ലോകത്ത് കോവിഡ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ 1-ാം സ്ഥാനം ആർക്കാ? കേരളത്തിലാണ്. അതിന്റെ അർത്ഥം എന്താ? ലോകത്ത് കോവിഡിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ് എന്നാണ് ലോക മാതൃക എന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നിട്ട് അവസാനം ലോകത്ത് തന്നെ ഇന്ന് കോവിഡിൽ 1-ാം സ്ഥാനം കേരളമായി. കാരണം WHO പറയുന്നത് 2-ാം തരംഗം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇവിടെ 2-ാം തരംഗം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇവിടെ 2-ാം തരംഗം അവസാനിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ലോകം മുഴുവൻ 2ാം തരംഗം അവസാനിച്ച് 3ാം തരംഗം വെയിറ്റ് വരൂ എന്നുള്ള പേടിയിലിരിക്കുമ്പോൾ ഇവിടെ 2ാം തരംഗം തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സർ, അതുമാത്രമല്ല, വിദ്യാർത്ഥികളുടെ കാര്യം ആലോചിച്ച് നോക്കുക. സർ, ഓൺലൈൻ അതൊക്കെ ഞാൻ 2 മിനിറ്റ് കൂടി. ഓൺലൈൻ സർ, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇതല്ലാതെ വേറെ ഏതാ ചർച്ച ചെയ്യുന്നത്? ഇവിടെ വ്യവസായം ഉണ്ടോ? ഇവിടെ കൃഷി ഉണ്ടോ? ഇവിടെ ടൂറിസം ഉണ്ടോ? എവിടുന്ന് നിങ്ങൾക്ക് വരുമാനം? ധനകാര്യമന്ത്രി ഇത്ര കാഷ്വലായിട്ട് പറയുന്നുണ്ടല്ലോ. എവിടുന്നാ വരുമാനം? സർ, ഹിമാചൽ പ്രദേശ്, ഞാൻ പറയട്ടെ, ഹിമാചൽ പ്രദേശ് ലോക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചു. പുറത്തുനിന്ന് ഫ്ലൈറ്റ് വരുന്നില്ല. പക്ഷേ ലോക്കൽ ടൂറിസം കാര്യമായി അവരൊരു പോളിസി എടുത്തു. കോവിഡ് നിയന്ത്രണങ്ങളോടെ ലോക്കൽ ടൂറിസം സംബന്ധിച്ച് ഒരു സിസ്റ്റം കൊണ്ടുവന്നവർ ടൂറിസ്റ്റുകൾ കണ്ടമാനം അവിടെ വന്നു കൂടും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും വിദ്യാലയങ്ങളെ സംബന്ധിച്ചും ഓൺലൈൻ അല്ലാതെ ചെറിയ തോതിൽ തുറന്ന്. എന്തിനധികം നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിൽ കോവിഡ് കുറഞ്ഞല്ലോ, താഴെയാണ്. അത് മാത്രമല്ല, എല്ലാവരുടെ കയ്യിലും കുറേ എത്ര കൊടുക്കുമെന്ന് അറിഞ്ഞൂടാ. 4000 കൊടുത്തു. എത്ര കാലാകാലം കൊടുക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് പേയ്മെന്റ് കൊടുക്കണം, ജനങ്ങളെ കയ്യിൽ കാശ് കൊടുക്കണം. അത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. കിറ്റല്ല, കിറ്റുകൾ കൊടുക്കണം. അത് സഹായം തന്നെ. കുറച്ച് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രവാസികളുടെ കാര്യങ്ങളൊന്ന് പറയാൻ സമയം തന്നെ ചുരുക്കമല്ല. ഇത് ജനങ്ങൾ അറിയേണ്ട വിഷയമാണ്. ഇത്രയും വേല ഉപനേതാവൊക്കെ പോട്ടെ. ഈ വിഷയത്തിന്റെ പ്രാധാന്യം അതാണ്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം പറയാൻ എന്താ ഉള്ളത്? 2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പ്രവാസികൾ, കേരളത്തിന്റെ എക്കണോമി ഞങ്ങൾ വലിയ അന്തസ്സൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. കണ്ണി കാണാൻ അമേരിക്കയിലും ഈസ്റ്റിലും അവിടെയും ഇവിടെയും ഗൾഫിലും ഇല്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല മലയാളികൾ. എത്രയായിരുന്നു നമ്മൾ റെമിറ്റൻസ് കേരളത്തിലേക്കുള്ള? ഇപ്പം എത്രയാണ് റെമിറ്റൻസ്? നമ്മുടെ പ്രവാസികളിൽ വൈകാതെ 50% മടങ്ങി ഇവിടെ എത്തും. ഇപ്പം 25 to 30 ആയി കഴിഞ്ഞു. 50% മടങ്ങി ഇവിടെ എത്തും. തൊഴിൽ നഷ്ടപ്പെട്ടിട്ടാണ് ബഹുഭൂരിപക്ഷം വരുന്നത്. കേരളത്തിൻ്റെ എക്കണോമി തകരും. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ കുറേയൊക്കെ പോയി തുടങ്ങി. എന്താ കാരണം? ഇവിടെ പണിയില്ല. ഇവിടെ നിർമ്മാണ തൊഴിലാളികൾക്ക് പണി ഇവിടെ തന്നെ ഇല്ല. ഏത് പണിയും ചെയ്യാൻ ഇപ്പോൾ ഇവിടെയുള്ള നിർമ്മാണ തൊഴിലാളികൾ തയ്യാറാണ്. അതാണ് ഞാൻ പറയുന്നത്. അല്ല, പോളിസി തെറ്റാന്ന് ഞാൻ പറയുന്നത്. കോവിഡ് നമ്മളെ കുറ്റം കൊണ്ടല്ല. ലോകം മുഴുവൻ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ സംസ്ഥാനങ്ങളും സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. വിദഗ്ധന്മാരോട് ചോദിക്കണം. ഞാൻ നിർത്താം. അപ്പൊ അതുകൊണ്ട് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയാം. അല്ലാതെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നോക്കിക്കോളും, നിങ്ങൾ മിണ്ടണ്ട എന്നുള്ള ആ പോളിസി ഉണ്ടല്ലോ, അത് നിങ്ങൾ ആദ്യം ഒന്ന് തിരുത്തണം. കാരണം വെച്ചാൽ ഇതൊക്കെ വിദഗ്ധന്മാരോട് അഭിപ്രായം ചോദിക്കും. എനിക്കറിഞ്ഞൂടാ ഏത് വിദഗ്ധന്മാരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ പോളിസി. കാരണം ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കോവിഡ് പരക്കാനും പാടില്ല, അതേ അവസാനം രാജ്യം നടക്കുകയും വേണം. ഞാൻ പറഞ്ഞു, കോവിഡിന് ശേഷമുള്ള ഒരു വ്യവസായ നയം വേണം, കാർഷിക നയം വേണം, ടൂറിസം നയം വേണം. ഈ വിദ്യാഭ്യാസം ഈ കുട്ടികളെ അടച്ചിട്ട് ഈ കുട്ടികൾ അല്ലെങ്കിൽ തന്നെ ഈ ഡിജിറ്റലായി പഠിക്കുന്നതുകൊണ്ട് നമ്മളെ വിദ്യാഭ്യാസ നിലവാരം താഴും. അത് തന്നെ എല്ലാവർക്കും ഇല്ല. അതെല്ലാം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പറ്റുമോ? സർ, ഞാൻ പറഞ്ഞു, ഒരു UNDP-യുടെ ഒരു വിദഗ്ധ പഠനമുണ്ട്. ഞാൻ ആർദ്ദൊന്നും കൂട്ടിയില്ല സമയപോലെ. പക്ഷേ അതിൽ പറഞ്ഞിട്ട് ലാർജ് പാർട്ട് ഓഫ് an entire generation lose its livelihood. When it loses its livelihood with no social safety, ഒരു സാമൂഹ്യ സുരക്ഷ ഇല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ ഗൗരവമുള്ളതായിരിക്കും. എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി വിൽ ഫോളോ. മാത്രമല്ല, സോഷ്യൽ പ്രോബ്ലം ഉണ്ടാവും. കേരളം ദരിദ്രമായി കളഞ്ഞു. ഇനി നേരെ പട്ടിണിക്കേ കടക്കാനുള്ളൂ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറും. നമ്മളെ വിദ്യാഭ്യാസ നിലവാരം പോവും. വ്യവസായങ്ങൾ വീണ്ടും നന്നാക്കാൻ വയ്യാത്ത വിധം പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സമയത്തിന്റെ പ്രശ്നമില്ലല്ലോ. നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് നിർത്തിവെച്ച് ചർച്ച ചെയ്താൽ മതി.
ഞങ്ങൾ ആരോടും ചോദിക്കൂല, ഞങ്ങൾ ആരോടും പറയില്ല, ഞങ്ങൾ നോക്കിക്കോളാം, ഇനി എല്ലാവർക്കും കോവിഡ് വന്ന് മാറട്ടെ, അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും, എല്ലാം ശരിയായിക്കോളും എന്നുള്ള അതാണ് ഉറപ്പ്. ആ ഒരു നയം ശരിയല്ല. ഇത് നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ഇതിനെ കാഷ്വലായി എടുക്കുന്നത് പ്രതിഷേധിക്കണം സർ. അതാണ് എനിക്ക് പറയാൻ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, ഈ 2 സെഷനിൽ ഏറ്റവും കൂടുതൽ സമയം അങ്ങേക്കാണ് അനുവദിച്ചത്.